നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്ക് ഒരൽപ്പം മോശം സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ബുണ്ടസ്ലിഗയിൽ 2ാം സ്ഥാനത്താണ് ബയേൺ മ്യൂണിക്ക് ഉള്ളത്. മാത്രമല്ല, ഇനി ബുണ്ടസ്ലിഗ കിരീടം നേടുക എന്നുള്ളതൊക്കെ ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ ബയേണിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ പരിശീലകനായ തോമസ് തുഷേലിന് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. ഇതോടെ പരിശീലക സ്ഥാനം ഒഴിയാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ സീസണിന് ശേഷം ബയേൺ പരിശീലക സ്ഥാനത്ത് തോമസ് തുഷേൽ ഉണ്ടാവില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് ഇപ്പോൾ മടങ്ങി വരാൻ താല്പര്യമുണ്ട്. പ്രമുഖ ജർമ്മൻ മാധ്യമമായ ബിൽഡിന്റെ ജേർണലിസ്റ്റായ ക്രിസ്റ്റ്യൻ ഫോക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിയെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം അവർക്ക് നേടിക്കൊടുക്കാൻ തോമസ് തുഷേലിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോവാൻ തുഷേൽ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ യുണൈറ്റഡ് നിലവിൽ ടെൻഹാഗിൽ തന്നെ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. വരുന്ന സീസണിലും എറിക് ടെൻഹാഗ് തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതേസമയം ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്താനും തുഷേലിന് ഇപ്പോൾ താല്പര്യമുണ്ട്. പരിശീലകനായ യുർഗൻ ക്ലോപ്പ് ഈ സീസണിന് ശേഷം ക്ലബ്ബ് വിടുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പകരം ഒരു മികച്ച പരിശീലകനെ ലിവർപൂളിന് അടുത്ത സീസണിലേക്ക് ആവശ്യമായി വരികയാണ്. അതുകൊണ്ട് തന്നെ അവർ തുഷേലിനെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പരിഗണന അവർ നൽകുന്നത് ബയേറിന്റെ പരിശീലകനായ സാബി അലോൺസോക്കാണ്. പക്ഷേ സാബി ബുണ്ടസ്ലിഗ വിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറവാണ് എന്നാണ് ജർമ്മൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.